ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ എസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തത്തപ്പൊന്നിൻ്റെയും സനമോളുടെയും ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസം തത്തപ്പൊന്ന് ഉണരുന്നതാണ് കേട്ടോ. സാധാരണ 6:30 ആകുമ്പോൾ ഉണരാറുണ്ട്. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, 7:10 ഇച്ചിരി വൈകിയാണ് ആൾ ഉണർന്നത്. ഉണർന്നപ്പോൾ തന്നെ ആൾ ആക്റ്റീവാണ്. ചിരിയും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്ന് ഞാനുമായിട്ട് കളിച്ചുകൊണ്ട് കിടക്കുവാണ് കേട്ടോ. കളിയും ചിരിയൊക്കെ തുടങ്ങി ആൾ തത്തപ്പൊന്ന് ആക്റ്റീവായിട്ടുണ്ട്. തത്തപ്പൊന്ന് ആക്റ്റീവായി എണീച്ച് ചിരിയൊക്കെ തുടങ്ങി. തിരിയണോ മറയണോ കളിക്കണോ. സനമോൾ എണീച്ചില്ല കേട്ടോ. സനമോൾ 8:30 ആയപ്പോഴാണ് എണീച്ചത്. അതുവരെ സനമോൾ നല്ല ഉറക്കത്തിലായിരുന്നു. രാത്രി ഉമ്മമാൻ്റെ കൂടെയാണ് കിടക്കൽ. എൻ്റെ ഉമ്മാൻ്റെ കൂടെയാണ് സനമോൾ കിടക്കൽ. രണ്ടുപേരും കൂടെ ആകുമ്പോഴത്തേക്കും ഒരാൾ കരയുമ്പോൾ രണ്ടുപേരും കൂടെ ഉണരും. അതുകൊണ്ട് സനമോൾ ഉമ്മാൻ്റെ കൂടെ കിടക്കും. തത്തപ്പൊന്ന് ഇതേ എണീച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി, ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് സെറ്റാവാൻ ഇറങ്ങി നിൽക്കുവാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇന്ന് മഴയൊന്നുമില്ല, ചെറുതായിട്ടുള്ളൊരു വെളിച്ചം കാണുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇന്നൊരു തെളിച്ചമൊക്കെ ഉണ്ട്. മഴ കുറവാണ്. വലിയൊരു മഴയും കാറ്റും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തത്തപ്പൊന്ന് അടുക്കളയിൽ കയറി ഉമ്മമാൻ്റെ കൂടെ. ഉമ്മയും തത്തപ്പൊന്നും കൂടെ. മിക്സിയൊക്കെ ഭയങ്കര പേടിയായിരുന്നു, എന്താണെന്നറിയില്ല. ഇന്ന് മിക്സി ഓണാക്കിയിട്ട് അപ്പം ചുടാൻ വേണ്ടിയിട്ട് അരി ആട്ടാൻ അവളാണ് കയറിയത്. മിക്സിയിൽ ജാറിലൊക്കെ അടച്ച് പിടിച്ചിട്ടുണ്ട്. കുഞ്ഞി കൈ വെച്ച് അടച്ച് പിടിച്ച് അവളും ഉമ്മയും കൂടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ കയറിയത്. എന്താ അഹങ്കാരം കണ്ടില്ലേ മുഖത്ത്. നമ്മളങ്ങനെ അരച്ചെടുത്ത മാവ് അതിനകത്ത് ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സാക്കി പാകത്തിനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചിലരിതിന് നീർദോശ എന്ന് പറയും, നമ്മളിവിടെ ചീയപ്പം എന്ന് പറയും. പെട്ടെന്ന് പൊടിയാണെങ്കിലും പൊടിയിൽ ഇച്ചിരി വെള്ളവും വെളിച്ചെണ്ണയും ഉപ്പും ഇട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിപ്പോൾ നമ്മൾ അരി തലേദിവസം രാത്രിയെ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ്. പൊടിയിലാണെങ്കിലും നമുക്കങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം അല്ലെങ്കിൽ നീർദോശ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇവിടെ ഉമ്മ അപ്പം ചുടുന്നുണ്ട്. അങ്ങനെ ഉമ്മ ഇവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. മാവ് ഒഴിച്ച് അടച്ച് വെച്ച് അപ്പം വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നീർദോശ ചീയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സനമോക്കും മിനുമോക്കും ഇഷ്ടമാണ് കേട്ടോ. സനമോക്കും തത്തപ്പൊന്നിനും ഇഷ്ടമാണ് ഈ അപ്പം. എനിക്ക് പൊതുവെ ഈ അപ്പം ഇഷ്ടമല്ല. അങ്ങനെ സനമോളും തത്തപ്പൊന്നും അപ്പമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. സനമോൾ ഡ്രസ്സൊക്കെ മാറി. തത്തപ്പൊന്ന് വെറും പാമ്പേഴ്സ് മാത്രമേ ഇട്ടുള്ളൂ, പാൻറ് ഇട്ടില്ല. ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലുള്ളതാണിത്. തത്തപ്പൊന്നിനെയും സനമോളെയും കൂടെ ഒരുമിച്ച് ഒരുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ രണ്ടുപേരെയും കൂടെ കുളിപ്പിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് രണ്ടുപേരും ഒരുങ്ങി. ഞങ്ങളിതേ പോകാൻ വേണ്ടി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇത് തത്തപ്പൊന്ന് ഒറ്റയ്ക്ക് നടന്നു തുടങ്ങിയിട്ടില്ല. 1 വയസ്സ് കഴിഞ്ഞു, പക്ഷേ മോള് നടന്നു തുടങ്ങിയിട്ടില്ല. അപ്പം സനമോള് ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ്. നല്ല പ്രകൃതിരമണീയമായ സ്ഥലം നിലമ്പൂർ. അങ്ങനെ സനമോള് റോഡിലൊക്കെ നോക്കി പാട്ടൊക്കെ പാടി ആസ്വദിച്ച് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ അവൾ റോഡിൽ കണ്ട കാഴ്ചകളും കണ്ട് അനിയത്തിയായിട്ട് വഴക്കൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൾ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി ഗീ റൈസ്, ബീഫ് വരട്ടിയത്, ചിക്കൻ കറി. വന്ന ഉടനെ ഞങ്ങൾ ഒരു പ്രാവശ്യം ചായ കുടിച്ചു കേട്ടോ. ചായയും കേക്കും എല്ലാം കഴിച്ച് അത് കഴിഞ്ഞ് ഇതൊക്കെ ആക്കി റെഡിയായി വന്നപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ബീഫ് വരട്ടിയതും ചിക്കൻ കറിയും ചോറും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തുകൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരത്തെ ചായ കുടിയും കൂടെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതേ നല്ല സൂപ്പറായിട്ടുണ്ട് പറയാതിരിക്കണം. ബീഫ് വരട്ടിയത് നിങ്ങൾ എന്തിനി പറഞ്ഞിട്ടും കാര്യമില്ല, ബീഫ് വരട്ടിയത് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബീഫ് വരട്ടിയതും കൂട്ടി ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ കേട്ടോ. അങ്ങനെ
ചോറൊക്കെ കഴിച്ച് വൈകുന്നേരം ചായയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സനമോളുടെയും തത്തപ്പൊന്നിൻ്റെയും വീട്ടിലേക്ക് ഞങ്ങൾ ഓട്ടോയിൽ തിരിച്ചു വരികയാണ്. ഇതാണ് ചാലിയാർ കേട്ടോ, വടവറം കനോലി പ്ലോട്ടിൻ്റെ അടുത്തുള്ള ചാലിയാർ റിവറാണിത്. അങ്ങനെ ഞങ്ങൾ വടവറം വഴി ചാലിയാർ തീരത്തൂടെ ഇങ്ങനെ കനോലി പ്ലോട്ടിൻ്റെ തീരത്തൂടെ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലോട്ട് വരികയാണ്, തിരിച്ചു വരികയാണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. സനമോളും തത്തപ്പൊന്നിനൊക്കെ നല്ല ക്ഷീണമുണ്ട്. തിരിച്ചവർ വന്ന് അവരുടെ പഴയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിയും ചിരിയൊക്കെ ആയി. വന്ന് മേലൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ച് തത്തപ്പൊന്ന് ഉറങ്ങി. തത്തപ്പൊന്ന് നേരത്തെ ഉറങ്ങി. ഉച്ചയ്ക്ക് അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിയും ചിരിയൊക്കെ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല. അതുകൊണ്ട് തത്തപ്പൊന്ന് നേരത്തെ ഉറങ്ങി. സനമോൾ അതേപോലെ മേലൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സനമോൾക്ക് ഉറക്കം വന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സനമോളെ ഉറക്കാൻ പോവുകയാണ്. ഇതാണ് സനമോളുടെയും തത്തപ്പൊന്നിൻ്റെയും ഏകദേശം ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഞങ്ങളും അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം. ഹാവ് എ നൈസ് ഡേ. ബൈ, സി യു. സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.